ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ കട്ടൻ ചായയൊക്കെ കൊണ്ടുവന്ന് ടീപ്പോയിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു പ്ലേറ്റിൽ ഒരു കുഴലപ്പമുണ്ട്, അതുപോലെ കുറച്ച് കപ്പലണ്ടി മണികളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായ അങ്ങോട്ട് കുടിക്കാം കേട്ടോ. മിക്കവാറും വീട്ടമ്മമാർ കിച്ചണിനുള്ളിൽ തന്നെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ചായയൊക്കെ കുടിക്കുക. കാരണം പല ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കായിട്ടൊരു ടൈം നമ്മൾ മാറ്റി വയ്ക്കാറില്ല. അപ്പോൾ ഇടയ്ക്കെങ്കിലൊക്കെ നമ്മൾ ഒരു ഗസ്റ്റിനെ പോലെ തന്നെ നമ്മളും ഇരുന്നും കഴിഞ്ഞ് ടീപ്പോയിലൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കുകയും പലഹാരമൊക്കെ ആസ്വദിച്ച് കഴിക്കുകയും വേണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വിരുന്നുകാർക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് അതിലൊക്കെ പലഹാരമൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിക്കണം. നമ്മുടെ വീടാണ്, നമ്മുടെ പാത്രങ്ങളാണ്, കാര്യങ്ങളൊക്കെയാണ് അല്ലേ. നമ്മൾ ചില സമയത്തൊക്കെ മറ്റുള്ളവർക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറ്. ഇടയ്ക്ക് നമ്മളൊന്ന് സന്തോഷിപ്പിക്കുന്നേ അതൊക്കെ ലൈഫിൽ നല്ല രസമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ മൗഗ്ലിക്കുട്ടനാണെങ്കിൽ ഞാൻ കൊക്കുവാടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കോഴിമക്കൾക്കാണെങ്കിൽ അരി വിതറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. മൗഗ്ലിക്കുട്ടനാണെങ്കിലും കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്നലെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ആകെ കരിയും പുകയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ തേച്ച് വെക്കണം. അങ്ങനെ വിളക്ക് പെട്ടെന്ന് തന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ നല്ല സ്വർണ്ണ നിറം ഉണ്ടായിരുന്നു. ആ മുകൾ ഭാഗം മാത്രമാണ് കരിയായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ലിക്വിഡ് സോപ്പ് വാട്ടർ ഉണ്ടാവില്ലേ, അതിൽ മുക്കി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് അതൊക്കെ കഴുകിയിട്ടു. അപ്പോൾ ആ ജോലികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു കുയിലിലെ പറന്ന് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഉരുളിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, അകത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഉത്സവം കഴിഞ്ഞ കാരണം ഇങ്ങനെ റോഡ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വിഷമാണ് കേട്ടോ. കോലം അരച്ചതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ റോഡൊക്കെ കാണുമ്പോൾ ആനക്കുട്ടന്മാർ പോയതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ കേട്ടോ. അപ്പോൾ അന്ന് ഉത്സവം നടക്കുന്ന അന്ന് തന്നെ ടി വിയിൽ 3 ആനകൾ ഇടഞ്ഞ് കുത്തിക്കൊന്നതും ചവിട്ടിയതൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ആകെ പേടിയായിട്ട് അതൊക്കെ വൈകുന്നേരമാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ മൗഗ്ലിക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ പഠിക്കുക കിടന്നുകൊണ്ട് അമ്മേ ഇനി എന്നാണ് ആന വരാമെന്നും പറഞ്ഞിട്ടുള്ള ഒരു കിടപ്പാണ് അവൻ്റെ കിടപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് അന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ആനയുടെ അപകടങ്ങളൊക്കെ ടി വിയിൽ ആ സമയത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്നൊന്നും. അപ്പോൾ ഇവിടെ ഭാഗ്യത്തിന് ആന ഇടയെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ദേവി ഞങ്ങളെ രക്ഷിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അന്ന് കളം മെഴുകാനായിട്ട് നമ്മൾ കുറച്ച് ചാണകമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് നമ്മൾ കലക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മുളച്ച് പൊന്തിയ വിത്തുകൾക്കൊക്കെ അങ്ങോട്ട് തെളിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് വിത്തൊക്കെ ഇട്ട് പാവി മുളച്ച് വന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കണം. നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കണ്ടേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ഐറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടത് കഴിക്കുക, ഇഷ്ടപ്പെട്ട പ്ലേറ്റിൽ കഴിക്കുക, അത് ഒരു സന്തോഷിപ്പിക്കൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ വിത്തുകളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഒരു 10 രൂപയ്ക്ക് മേടിക്കുന്ന വിത്തുകളാണ് അല്ലേ, നിസ്സാരമാണ്. പക്ഷെ ആ 10 രൂപയ്ക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാവുക. അത് പാകി മുളച്ച് പൊന്തുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി അതിൻ്റെ ഓരോ വളർച്ച കാണുമ്പോഴും മക്കളുടെ വളർച്ച കാണുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു സന്തോഷമില്ല ലൈഫിൽ നിന്ന് തോന്നുകയാണെങ്കിൽ 10 രൂപയുടെ ഒരു പാക്കറ്റ് വിത്തെങ്കിലും വാങ്ങിയിട്ട് നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. തനിയെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരിയാണ്, എൻ്റെ ലൈഫിലും എനിക്കൊരു നല്ല സന്തോഷം തന്നെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ കല്ല് പോലെ കിടക്കുന്ന ആ ഒരു ചെടിച്ചട്ടിയുടെ ഉൾഭാഗമൊക്കെ നമ്മളൊന്ന് കൊത്തി ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. എന്നാലാണ് അത് ശരിക്കും വലിച്ചൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ കോഴിമക്കൾ ഇവിടെ വന്നു കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് തത്തിക്കളിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ, ഈ മുളച്ചു പൊന്തിയതെങ്ങാനും ഇവരുടെ ദൃഷ്ടിയിൽ പെടുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നെറ്റ് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് അവരെ ഒന്ന് വീക്ഷിച്ചു കേട്ടോ. അപ്പോൾ അവർ വലിയ പ്രശ്നമില്ല, അവിടേക്കൊന്നും മൈൻഡ് ചെയ്യാതെയാണ് പോകണത്. എന്തെന്നാണ് മനസ്സിലിരിപ്പൊക്കെ. പിന്നീടല്ലോ അങ്ങനെ കുറേ നേരം ചെടി നനയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. പിന്നെ വൈകുന്നേരം ആവുന്ന സമയത്ത് രമേശേട്ടൻ വന്നു. അപ്പോൾ ബജ്ജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബജ്ജി. മുട്ട ബജ്ജി ഞാൻ കഴിക്കില്ല കേട്ടോ, അത് നമ്മുടെ മൗഗ്ലിക്കൂട്ടനൊക്കെ ഉള്ളതാണ് കേട്ടോ. ബാക്കി ബജ്ജികളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഹസ്ബൻഡ് വാങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേറ്റും കഴിഞ്ഞ് ചോറ് വയ്ക്കുന്നു, കറി വയ്ക്കുന്നു, പലഹാരം, ചായ, എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുക. ജ്യൂസ് ഉണ്ടാക്കും, കാര്യങ്ങൾ ഉണ്ടാക്കും, ഒക്കെ ഉണ്ട്.
പക്ഷെ വല്ലപ്പോഴും പുറത്തുനിന്ന് ഇങ്ങനെ ഹസ്ബൻഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ വാങ്ങിക്കൊണ്ട് വരാത്ത ഹസ്ബൻഡുമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഭാര്യയുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് വാങ്ങി കൊടുത്തു നോക്കിക്കോളൂ. അവർക്ക് തിരിച്ചും നിങ്ങളോട് ഇരട്ടി 100 ഇരട്ടി സ്നേഹം ഉണ്ടായിരിക്കും അല്ലേ. കാര്യം നിസ്സാരമാണ്, നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന സാധനങ്ങളായിരിക്കും, എന്നാലും നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഓരോ ഭാര്യമാരും അതൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ്. ഞാനൊരു കുറുമക്കറിയൊക്കെ തയ്യാറാക്കി വെക്കുകയാണ് കേട്ടോ. നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത് രമേശേട്ടനാണ്. അപ്പോൾ റവ ഉപ്പുമാവും കുറുമക്കറിയും പിന്നെ നമ്മുടെ ആ കുട്ടിക്കൊല പഴുത്തത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴം കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കുക. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് പഴം മട്ടി. നമ്മുടെ വീട്ടിലെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് അല്ലേ, അപ്പോൾ തന്നെ നമുക്ക് അത് മതിയാവും. പിന്നെ അത് വേണ്ട വേറെ എന്തെങ്കിലും മതി എന്നൊക്കെ തോന്നും അല്ലേ. അപ്പോൾ ആ കുറുമക്കറി ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ രാവിലെ ഫുഡ് കഴിക്കൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ രമേശ് ചേട്ടൻ പോയി കഴിഞ്ഞ് മാറാല അടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ സൺഡേ ആണല്ലോ, അപ്പോൾ ജോലിയൊന്നും ഇല്ലാതിരിക്കല്ലേ, അപ്പോൾ പുറത്തേക്കൊന്നും പോകണേ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ വീട് ക്ലീൻ ചെയ്യാമെന്നിട്ട് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറയാതെ തന്നെ രമേശ് ചേട്ടൻ മാറാലക്കോലൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചൊക്കെ നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് മുൻപേ ആയിട്ട് വീട് ക്ലീൻ ചെയ്യുന്നതോടനുബന്ധിച്ച് ഇതൊക്കെ ചെയ്തതാണ്. എന്നാലും ഞാൻ പറയാൻ പോയില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാണെന്ന്. അപ്പോൾ രമേശ് ചേട്ടൻ പറയേണ്ടത് മാറാനൊന്നും അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവരും ചെയ്യട്ടേന്നേ, അല്ലാതെ ഇതൊക്കെ വീട്ടമ്മമാരുടെ ജോലിയൊന്നുമല്ല. അവർ ചെയ്യുമ്പോൾ അയ്യോ വേണ്ട ചേട്ടാ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ അത് ഞാൻ കഴിഞ്ഞ ദിവസം അടിച്ചതാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത് കേട്ടോ. ആഹാ നന്നായിട്ടുണ്ടല്ലോ, നല്ല വൃത്തിയായിട്ട് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു സന്തോഷമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വല്ലപ്പോഴും മറ്റുള്ളവരൊക്കെ ചെയ്തു തരുമ്പോൾ നമ്മളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെയുണ്ടല്ലോ, രമേശ് ചേട്ടൻ മൊബൈലിൽ നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടതാത്രേ ഈ മുരിങ്ങ മരത്തിൻ്റെ തണ്ട് ഇങ്ങനെ വെട്ടി കളഞ്ഞിട്ട് അവിടെ പച്ചച്ചാണകം അങ്ങോട്ട് പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന കമ്പുകളിലൊക്കെ നല്ല പോലെ കായ് പിടിക്കുന്നതാണ് പറയുക കേട്ടോ. അപ്പോൾ ഈ ഒരു മുരിങ്ങയുടെ കാര്യം പറയണേ പാവണ്ട് കേട്ടോ. ഇതിനെ പല പരീക്ഷണങ്ങളും ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. തിളച്ച കഞ്ഞിവെള്ളം ഒഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഇതുവരെ അത് പൂത്തിട്ടില്ല, കാച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാനുണ്ടല്ലോ ഇങ്ങനെ ഈ പച്ചിലകളും വള്ളികളും ആവശ്യമില്ലാത്ത ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് വളം ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതുപോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മൊബൈലും മറ്റു കാര്യങ്ങൾ, ഈ മീഡിയകളൊക്കെ നമുക്ക് അനാവശ്യമായിട്ട് സമയം കളയാനല്ല, നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ അത് യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനൊരു പഴയ മൺകലത്തിൽ ഈ ഇലകളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ അതിൽ ചേർക്കാനുണ്ട് കേട്ടോ. അത് പിന്നെ ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സമയം അപഹരിക്കുന്ന കാര്യങ്ങളാണ് മൊബൈലും മറ്റൊന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം കേട്ടോ. അല്ലാതെ അനാവശ്യമായിട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ സമയം പോയി, എൻ്റെ ജോലിയൊന്നും നടന്നില്ല, അങ്ങനെയൊന്നും പറയാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതുമാത്രം നമ്മൾ വെച്ച് കാണാനായിട്ട് നോക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ലൈഫിൽ ഉപകരിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോ ബാഗുകളൊക്കെ ഒരുക്കി വെക്കണം. മാവിൻ്റെ ചോട്ടിലും മറ്റൊക്കെ ആയിട്ട് തരിച്ചു പോലെ ചില ഗ്രോ ബാഗുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തിരിഞ്ഞ് നോക്കാണ്ട് ഇനി അതൊക്കെ വെള്ളം ഒഴിച്ചും കഴിഞ്ഞ് ഒന്ന് കുതിർത്തിട്ട് കത്തിയും സാധനങ്ങളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് കൊത്തി ഇളക്കി നല്ല ഭംഗിയായിട്ട് ഇടണം. അതിൽ കുറച്ച് കുമ്മായപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് ഇടണം കേട്ടോ. അങ്ങനെ ആ മണ്ണൊന്നും കൂടി നല്ല സമ്പുഷ്ടമാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഈ തൈകളൊക്കെ മുളയ്ക്കും അതിലേക്കൊക്കെ പറിച്ച് മാറ്റാനായിട്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ പച്ചക്കറി തൈകളും കാര്യങ്ങളും വെച്ച് നോക്കിയാൽ നല്ല പോലെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടു ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്തിൽ നിന്ന് കുറച്ച് സമയം നമുക്ക് ഈ വക കാര്യങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞ ഒരു ജോലിയായിട്ട് തോന്നേയില്ല, നമുക്ക് നല്ല മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് ഒരു വിഷം അടിക്കാത്ത ജൈവ പച്ചക്കറികളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ വെക്കണം. അല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരുന്ന എന്തൊക്കെ വളങ്ങളും കീടനാശിനികളും ഒക്കെ അടിച്ചിട്ടാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ, വീട്ടിലെ അച്ഛനോ അല്ലെങ്കിൽ വീട്ടിലെ അമ്മയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കളും ഇതൊക്കെ കണ്ടും കഴിഞ്ഞിട്ട് പഠിക്കും. അപ്പോൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ പ്രവർത്തികളിലൂടെയൊക്കെ പറ്റൂട്ടോ. അവർക്കും കൃഷിയോടൊക്കെ ഒരു ടേസ്റ്റും ഇഷ്ടമൊക്കെ ഉണ്ടായി വരട്ടെ. അപ്പോൾ നമുക്ക് കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആ ഒരു കുറച്ച് സ്ഥലമെങ്കിലും നമുക്ക് നല്ല ഹരിതാപമായിട്ട് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് ഏത് ജീവികളും അതുപോലെ പക്ഷികളും ഒക്കെ ഇഷ്ടപ്പെടാം. മനുഷ്യന്മാർക്കും അതൊക്കെ
തന്നെയാണ് ഇഷ്ടം. പിന്നെ മടി കൊണ്ടാണ് അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഗ്രോ ബാഗുകൾ വലിച്ചുകൊണ്ട് ഓയിലും വെക്കലൊക്കെ കണ്ടപ്പോൾ രമേശേട്ടനും വന്നിട്ടുണ്ട് കൂടാനായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കൊത്തിയിളക്കിയൊക്കെ എന്നെ സഹായിച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുമ്മായപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇന്ന് തയ്യാറാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്നത്തെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ തനിയാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൊബൈലിൽ എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ വെച്ചിട്ടിട്ടാണ് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോഴാണെങ്കിലും ബോറടിക്കില്ല കേട്ടോ. അപ്പോൾ അതിനേക്കാളൊക്കെ സന്തോഷം നമുക്ക് കൂടെ ആളുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ചില സമയത്ത് മക്കൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവിടെ ഞാൻ അങ്ങോട്ട് ചാരി വെച്ചും കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ജോലികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ അതിൽ പച്ചമുളക് ഉണ്ടായോ, ഇതിൽ ഇതുണ്ടായോ, എന്തായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുട്ടികളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതും ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരും പറയുന്നുണ്ട് കേട്ടോ, ഏത് രാജ്യത്തായാലും ഈ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് അമ്മേ, നല്ല രസമുണ്ട് ഇവിടുത്തെ ക്യാബേജ് കോളിഫ്ലവറൊക്കെ കാണാനൊക്കെ. ചിഞ്ചു ആയാലും മുത്തായാലും പറയുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ഫുഡ് ഐറ്റംസിനൊക്കെ ഭയങ്കര സേഫ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ പോലെ തോന്നിയ പോലെ വളങ്ങളോ വല്ല വിഷങ്ങളോ അത് ഇതൊക്കെ അടിച്ചും കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും സേഫായിട്ടാണ് അവിടത്തേക്ക് ഫുഡ് ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സേഫായിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ വെക്കണം. എന്നാലും നമുക്ക് എല്ലാം ഒന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കാനൊന്നും പറ്റില്ല. പറ്റാവുന്ന കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോ ബാഗ് നിറയ്ക്കലും ഒരുക്കലും അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആ വിത്തുകളൊക്കെ മുളച്ച് പൊന്തിയതൊക്കെ ഇതിലേക്ക് തൈകൾ ഇത്തിരി വലിപ്പം വയ്ക്കുമ്പോൾ നമുക്ക് മാറ്റി പറിച്ചൊക്കെ നടാം കേട്ടോ. പിന്നെ നമ്മൾ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് തന്നെ വളരെ സന്തോഷമൊക്കെ തോന്നിയിരുന്നു കേട്ടോ. നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെയും നമ്മൾ ടി വിയുടെ മുന്നിലിരുന്നും മൊബൈലിൻ്റെ മുന്നിലിരുന്നും കഴിഞ്ഞ് നമ്മൾ ചിലവഴിക്കാതെ ഇത്തിരി നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ആ കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തണം. അത് നമുക്ക് സന്തോഷം ലൈഫിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം തീർച്ച തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മടിയൊക്കെ ഉപേക്ഷിക്കണം. മടിയൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ സമയങ്ങൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് മാറ്റിവെക്കണം. അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അവിടെ വലിയ സംഘർഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും വലുത് സമാധാനം തന്നെയാണ് അല്ലേ. അപ്പോൾ സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന് നമുക്ക് കുറച്ച് സന്തോഷമൊക്കെ വേണമല്ലേ. ആകെ ദുഃഖവും കാര്യങ്ങളും സംഘർഷങ്ങളൊക്കെയാണ് നമ്മുടെ വീടിനുള്ളിലിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു വക സമാധാനം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ മാറി നല്ല സന്തോഷമൊക്കെ ആവാനായിട്ട് ചില നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു. നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കാനായിട്ടൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചില കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അതുപോലെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.